നമ്മളിപ്പോൾ ചാണക്യനീതിയിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ നരകതുല്യമാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത്. 1-ാം അധ്യായം, ശ്ലോകം 5. സംസ്കൃത ശ്ലോകം. ദുഷ്ടാ ഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ചോത്തരദായകഃ സസർപ്പീജഗ്രഹേ വാസോ മൃത്യുരേവ ന സംശയഃ. പദാനുപദ അർത്ഥം: ദുഷ്ടാ ഭാര്യ, ദുഷ്ടസ്വഭാവമുള്ള ഭാര്യ. ഷഠം മിത്രം, വഞ്ചകനായ കപടനായ സുഹൃത്ത്. ഭൃത്യഃ ച ഉത്തരദായകഃ, എടുത്തുവായ പറയുന്ന, തിരിച്ചു മറുപടി പറയുന്ന വേലക്കാരൻ. സസർപ്പീജഗ്രഹേ, പാമ്പുള്ള വീട്ടിലെ. വാസഃ, താമസം. മൃത്യുഹു ഏവ, മരണം തന്നെയാണ്. ന സംശയഃ, സംശയമില്ല. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. നമ്മുടെ ഏറ്റവും അടുത്ത വൃത്തത്തിലുള്ളവർ വിശ്വസ്തരല്ലെങ്കിൽ ജീവിതം അപകടത്തിലാണ്. വീട്ടിൽ സമാധാനമില്ലെങ്കിൽ, അതായത് ദുഷ്ടയായ ഭാര്യ, പുറത്ത് സുഹൃത്ത് ചതിക്കുമെന്ന പേടിയുണ്ടെങ്കിൽ, അതായത് ഷഠം മിത്രം, പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ജോലിക്കാരൻ കൂടെയുണ്ടെങ്കിൽ, ആ ജീവിതം ഒരു പാമ്പുള്ള വീട്ടിൽ കഴിയുന്നത് പോലെ ഭയാനകമാണ്. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അതായത് വലിയൊരു ആപത്ത് ഏതു നിമിഷവും പ്രതീക്ഷിക്കാം. 2. ആത്മീയ അർത്ഥം. നമ്മുടെ ശരീരത്തെ ഒരു വീടായി സങ്കല്പിക്കുക. അതിൽ വസിക്കുന്ന ബുദ്ധി, അതായത് ഭാര്യ, മനസ്സ്, അതായത് സുഹൃത്ത്, ഇന്ദ്രിയങ്ങൾ, അതായത് ഭൃത്യൻ എന്നിവ നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ അവ നമ്മെ സംസാരസാഗരത്തിൽ, അതായത് ഈ ജനന മരണ ചക്രത്തിൽ തളച്ചിടും. സർപ്പത്തെ അവിദ്യ അല്ലെങ്കിൽ അറിവില്ലായ്മയായി കാണാം. വിവേകമില്ലാത്ത ഇത്തരം സങ്കരങ്ങൾ ആത്മീയമായ അധപതനത്തിന്, മൃത്യുവിന് കാരണമാകുന്നു. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: നമ്മുടെ ചുറ്റുമുള്ളവർ വിശ്വസ്തരായിരിക്കണം. വിശ്വസിക്കാൻ കൊള്ളാത്തവരോടൊപ്പം കഴിയുന്നത് ആത്മഹത്യാപരമാണ്. ഒരു ശത്രുവിനേക്കാൾ അപകടകാരിയാണ് കൂടെയിരുന്ന് ചതിക്കുന്ന സുഹൃത്തും അനുസരണയില്ലാത്ത സഹായിയും. ഗുണപാഠകഥ. ചതിക്കുന്ന സുഹൃത്തും കർഷകനും. ഒരിക്കൽ ഒരു കർഷകന് ഒരു പാമ്പിനെ കിട്ടി. അവൻ അതിന് പാല് കൊടുത്ത് സ്നേഹത്തോടെ വളർത്തി. പാമ്പ് അവൻ്റെ സുഹൃത്തായി മാറി. എന്നാൽ ഒരു ദിവസം കർഷകൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പാമ്പ് അവനെ കൊത്താൻ ആഞ്ഞു. ഇത് കണ്ട അയൽവാസി കർഷകനെ തട്ടിയുണർത്തി പാമ്പിനെ ഓടിച്ചു. കർഷകൻ വിചാരിച്ചു, ഞാൻ എത്ര സ്നേഹിച്ചിട്ടും പാമ്പ് എന്നെ കൊത്താൻ നോക്കിയല്ലോ. കർഷകൻ പാമ്പിനോട് ചോദിച്ചു, ഞാൻ നിന്റെ സുഹൃത്തല്ലേ? പാമ്പ് പറഞ്ഞു, സുഹൃത്തായിരിക്കാം, പക്ഷേ എൻ്റെ സ്വഭാവം വിഷം ചീറ്റുക എന്നതാണ്. എന്നെ നീ വീട്ടിൽ പാർപ്പിക്കുന്നത് നിന്റെ അന്ത്യം കുറിക്കാനേ ഉപകരിക്കൂ. ഗുണപാഠം. ദുഷ്ടസ്വഭാവമുള്ളവരോട് എത്ര സ്നേഹം കാണിച്ചാലും അവരുടെ അടിസ്ഥാന സ്വഭാവം മാറില്ല. അവരെ കൂടെ നിർത്തിയാൽ പാമ്പിനൊപ്പം കഴിയുന്നത് പോലെ എപ്പോഴും അപകടം മണത്ത് കഴിയേണ്ടി വരും.